أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ബഹുമാന്യരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അൽഹംദുലില്ലാഹ് നമ്മുടെ മാഹി പെരുമുണ്ടേരി ഈ മദ്രസയിൽ വെച്ച് നടക്കുന്ന മുഹയ്യിദ്ദീൻ മദ്രസയിൽ വെച്ച് നടക്കുന്ന ഈ ഒരു പാരന്റിംഗ് പ്രോഗ്രാം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് റബ്ബ് വന്ന ഒരു സുവർണാവസരമാണ്, അല്ലെങ്കിൽ ഒരു മഹത്തായ ഒരു സൽക്കർമ്മമാണ്, ഒരു നല്ല ഒത്തുചേരലാണ്. അള്ളാഹു ആ ഒരു നിലയിൽ തന്നെ കബൂൽ ചെയ്യുമാറാകട്ടെ. കാരണം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. ആ മക്കൾ ഉന്നതരാകുന്നതും ആ മക്കൾ അല്ലാതാകുന്നതുമൊക്കെ നമ്മുടെ കാരണം കൊണ്ടാണ്. അവിടെ മക്കൾ ഉന്നതരാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സമയം അത് വളരെ എളുപ്പമുള്ള ഒരു വഴിയാണ്. നമ്മുടെ മക്കളെ വളർത്തുക എന്നത്, പാരന്റിങ് നടത്തുക എന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ അത് വളരെ എളുപ്പമുള്ളതും വളരെ അനായാസം ചെയ്യാൻ പറ്റുന്നതുമാണ്. അതോടൊപ്പം തന്നെ നമ്മളെ മക്കളെ വളർത്തുക എന്നുള്ളത് വളരെ ഗൗരവത്തോടെയും ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ പറയുമ്പോൾ ഈ രണ്ട് വാക്കുകളും വളരെ ശ്രദ്ധയോടെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുന്ന എല്ലാ കാര്യവും എളുപ്പമാണ്. ഒന്ന്, വളരെ എളുപ്പം ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് വളരെ പ്രാധാന്യത്തോടെ, സീരിയസ്നെസ്സോടുകൂടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്നാണ്. അതിന് ഞാൻ ഉദാഹരിച്ച് പറയാറുള്ളത്, നമ്മൾ ശ്വസിക്കുന്നത് പോലെ, ഉച്ഛ്വസിക്കുന്നത് പോലെ നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്തുന്നു, ബ്രീത്തിങ് നടത്തുമ്പോൾ ഇപ്പം നമ്മളെല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന് മെനക്കെടുണ്ടോ? മെനക്കെടൊന്നുമില്ല, എളുപ്പമാണ്. പക്ഷെ സീരിയസ് ആണ്. കുറഞ്ഞു പോയാലും കൂടിയാലും ഒക്കെ ബുദ്ധിമുട്ടാണ്, നിന്നുപോയാൽ അതിലേറെ ബുദ്ധിമുട്ടാണ്. അപ്പം അത്ര സീരിയസ് ആണ്, പക്ഷെ എളുപ്പമാണ്. ഇതുപോലെ പ്രാധാന്യമുള്ളതാണ് പാരന്റിങ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ അബദ്ധം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലുണ്ട്. അതും മനസ്സിലായാൽ അത് പരിഹരിക്കാനും എളുപ്പ വഴിയാണ്. ഇപ്പം നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട് പാരന്റിങ് ഒരു സെഷൻ നടക്കുമ്പോൾ ഇപ്പം നമ്മൾ വളരെ ചെറിയൊരു സമയമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഭാഗങ്ങൾ, ഒന്ന്, നമ്മുടെ മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മളെ പാരന്റിങ് എന്തൊക്കെയായിരിക്കണം എന്നതാണ്. രണ്ടാമത്തത്, അതിനോട് അനിവാര്യമായ അനുബന്ധം എന്തൊക്കെയാണ് എന്നതാണ്. അതിൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അതിലേറ്റവും പ്രാധാന്യത്തോടെ നമുക്ക് മനസ്സിലാകേണ്ട, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം, മക്കളോട് സ്വീകരിക്കേണ്ട സമീപനം ഏറ്റവും പ്രധാനമായി സ്നേഹമുള്ളതും ഒരു പരിഗണനയുള്ളതുമായിരിക്കണം എന്നതാണ്. മക്കളോട് കരുണ കാണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മക്കളോടും പേരക്കുട്ടികളോടും ഒക്കെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പെരുമാറുന്നത് കണ്ടപ്പോൾ ഒരു സ്വഹാബത്തിലെ വളരെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം വന്നിട്ട് നബിതങ്ങളുടെ ഈ പെരുമാറ്റം കണ്ടപ്പോൾ ചോദിച്ചു, നബിതങ്ങൾ ഇങ്ങനെ മക്കളെ ചുംബിക്കുകയും മക്കളോട് ഇങ്ങനെയൊക്കെ പെരുമാറുകയൊക്കെ ചെയ്യുമോ? അതെന്തേ അങ്ങനെ ചോദിക്കാൻ? എനിക്ക് മക്കൾ കുറേ ഉണ്ട്, ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഞങ്ങളൊക്കെ മക്കളോട് ഇങ്ങനെ സ്നേഹത്തോടെയൊക്കെ പെരുമാറിയാൽ അതൊരു മോശമാണ് എന്ന ധാരണയുള്ളവരാണ്, വളരെ പരുഷമായി പെരുമാറുന്നവരാണെന്നർത്ഥം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെയുള്ള പെരുമാറ്റം എൻ്റെ ഈ മതത്തിൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് നിങ്ങൾ മാറണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചത് കാണാം. അപ്പോൾ മക്കളോട് സ്നേഹത്തോടെ പെരുമാറണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ടാകും. ഇന്നലെ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് ഒരു പ്രോഗ്രാമിൽ ഇതുപോലെ വിഷയം അവതരിപ്പിച്ചപ്പോൾ
വളരെ വിദ്യാഭ്യാസമുള്ളവരും അല്ലാത്തവരും ഒക്കെ പങ്കെടുക്കുന്ന രക്ഷിതാക്കളുടെ ഒരു സദസ്സാണ്. അവിടെ ഒരു രക്ഷിതാവ് എനിക്കൊരു എഴുത്ത് എഴുതി തന്നു. എഴുത്ത് അത്യാവശ്യം ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഒരു രക്ഷിതാവിൻ്റെതാണെന്ന് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകും. അവരുടെ ചോദ്യം, ഇന്ന് രക്ഷിതാക്കളിൽ കൂടുതലും കുട്ടികളോട് ഫ്രണ്ട്ലി അപ്രോച്ച് അഥവാ സൗഹൃദ മനോഭാവത്തോടെ പെരുമാറുന്നവരാണ്, എന്നിട്ടും എന്താണ് മക്കൾക്ക് അബദ്ധം പറ്റുന്നത് എന്നായിരുന്നു ആ രക്ഷിതാവിൻ്റെ ചോദ്യം. അപ്പം അതിൻ്റെ അതും കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അവിടെ പലപ്പോഴും അബദ്ധം വരാൻ സാധ്യതയുള്ളൊരു മേഖല സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്. അവിടെ നമ്മൾ ഈ കരുണയോടെ പെരുമാറണം, പരിഗണനയോടെ പെരുമാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളോട് സമീപിച്ച സമീപന രീതി, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സ്നേഹത്തോടെ സംസാരിക്കും, ബഹുമാനത്തോടെ സംസാരിക്കും. നബി തങ്ങൾ ഫാത്തിമയുടെ വിവാഹത്തിന് ശേഷം ഫാത്തിമ വീട്ടിലേക്ക് വരുമ്പോൾ നബി തങ്ങൾ ഇറങ്ങിച്ചെന്ന് കൈ പിടിച്ച് സ്വീകരിക്കും. തിരിച്ചു അങ്ങനെ തന്നെ നബി തങ്ങൾ ഫാത്തിമയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഇറങ്ങി വന്ന് ബഹുമാനത്തോടെ കൈപിടിച്ച് മുത്തം നൽകി സ്വീകരിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ നമ്മൾ ഇന്ന് ഫ്രണ്ട്ലിയൊക്കെ ആണല്ലോ, എന്നിട്ടും എന്താ മക്കൾക്ക് അബദ്ധം വരുന്നത് എന്നാണ്. അവിടെ മറ്റൊരു വശമുണ്ട്. സ്നേഹത്തിൻ്റെ ഭാഗമാണ് നിലപാടുകൾ സ്നേഹത്തിൻ്റെ ഭാഷയാണ്. നമ്മൾ മനഃശാസ്ത്രമൊക്കെ പരാമർശിക്കുമ്പോൾ പറയാറുള്ളത് ഫേംനെസ് വിത്തൗട്ട് ആങ്കർ, ദേഷ്യമില്ലാത്ത നിലപാട് എന്നാണ്. ഇപ്പോൾ സഹോദരിമാർക്കൊക്കെ ഒരുപക്ഷെ എൻ്റെ സദസ്സിലിരിക്കുന്നവർക്ക് മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള വലിയൊരു ആശങ്കയാണ് മക്കളുടെ പ്രണയം, മക്കളുടെ ഒരുപാട് മോശമായ കൂട്ടുകെട്ടുകൾ, മക്കൾ ലഹരിയിലകപ്പെട്ടു പോകുന്നത്. പിന്നെ ചിലർക്കത് പ്രശ്നമില്ലാത്തവരുണ്ട്. പ്രണയക്കേസിൽ കുടുങ്ങി ഇങ്ങനെ പോകുന്നതൊക്കെ അതൊരു സ്റ്റാൻഡേർഡാണ് എന്ന് ചിന്തിക്കുന്നവർ വളരെ അത്യപൂർവം ഉണ്ടായേക്ക്, അങ്ങനെ കാണപ്പെടാറുണ്ട്. എന്നാൽ ഇവിടെ നബിതങ്ങൾ പഠിപ്പിച്ചൊരു ആദർശമാണ് ഫേംനെസ് എന്ന് പറയുന്നത്, അഥവാ നിലപാടുകൾ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു യാത്ര കഴിഞ്ഞ് വരികയാണ്. യാത്രക്ക് പോകുമ്പോഴും യാത്ര കഴിഞ്ഞ് വന്നാലും നബിതങ്ങൾ മക്കളെ കാണും, മക്കളോട് സംസാരിക്കുകയും മക്കളെ ഒന്ന് മീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ആ രീതിയിൽ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വാപ്പ ഞങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും കണ്ടിട്ട് വിഷമിക്കണ്ട, ഉപ്പക്കൊരു സന്തോഷമാകട്ടെ, മുത്തുനബി തങ്ങൾക്ക് ഒരു സന്തോഷമാകട്ടെ എന്ന രീതിയിൽ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി ആഭരണങ്ങൾ ധരിച്ചു. ഈ ആഭരണങ്ങൾ ധരിക്കൽ മോശമാണെന്നല്ല, പക്ഷെ ആ ആഭരണം ധരിക്കൽ ഒരു വലിയ കാര്യമാണ് എന്ന ഒരു രീതിയിലേക്ക്, ആറ്റിറ്റ്യൂഡിലേക്ക്, മനോഭാവത്തിലേക്ക് ഫാത്തിമ പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ കാണിക്കാറുള്ള പുഞ്ചിരിയും ആ സ്നേഹവസ്രണമായ ആ മനോഭാവവും അത് നബിതങ്ങളോ മുഖത്ത് നിന്നങ്ങ് പോയി. നബിതങ്ങളുടെ മുഖത്ത് നിന്ന് അതങ്ങോട്ട് മാറിയപ്പോൾ നബിതങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക് ചെന്ന് നിസ്കരിക്കുകയും സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുകയും സ്വഹാബത്തിനെ ഉപദേശിക്കാൻ പോകുന്ന സമയമാകുമ്പോഴേക്ക് ഫാത്തിമയ്ക്ക് എന്ത് മനസ്സിലായി? ഈ ആഭരണത്തോടുള്ള ഈ ആഭിമുഖ്യം അത് ഒരു സ്റ്റാൻഡേർഡ് കുറവാണ്, അത് ഒരു ബോൾഡ് ആകുന്നതിനെതിരാണ്, അത് വാപ്പക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല, ഉപ്പക്കത്ര അങ്ങോട്ട് സുഖിച്ചിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഫാത്തിമ അത് മുഴുവനും അഴിച്ചു മാറ്റിയിട്ട് അത് വിറ്റിട്ടുള്ള ക്യാഷ് സ്വതക്ക ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഉപ്പയെ അറിയിക്കുകയും ചെയ്തു. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക കാലത്ത് നമ്മുടെ പുതിയ സഹോദരിമാരിലും പെൺകുട്ടികളിലും ഒക്കെ കാണുന്ന ഒരു മാനസിക ഡിസോർഡറാണ്. മാനസിക രോഗം എന്നാ പറയേണ്ടത്, അതൊരു സുഖമാണല്ലോ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ സുഖത്തിന് തൽക്കാലം പറയാ ഒരു ഡിസോർഡറാണ്. സ്വന്തം ഉള്ള ചുണ്ടും മതിയാകാഞ്ഞിട്ട് അതിന് ചായം തേക്ക്. എക്സ്പ്രഷനിസം എന്ന് പറയുന്നൊരു ഡിസോർഡറാണ്, മാനസിക രോഗമാണ്. ഈ രോഗമുള്ളവർ രോഗം തിരുത്തണം. സ്വന്തം ഉള്ള ശരീരഭാഗത്തോട് ആത്മവിശ്വാസം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്, കോൺഫിഡൻസ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് രണ്ട് നിലയിൽ നഷ്ടക്കച്ചവടമാണ്. ഒന്ന്, സ്വന്തം ആത്മവിശ്വാസം കുറയും. ഇനി ഇതൊന്നും വാരിത്തേക്കാതെ ഒരാളെ മുമ്പിലേക്ക് പോകാൻ എന്തോ ഒരു തരം മടിയുണ്ടാകും, പ്രയാസം ഉണ്ടാകും. മറ്റൊന്ന്, വലിയൊരു ക്യാഷ് വെറുതെ അങ്ങോട്ട് പോയി കിട്ടും. മൂന്നാമത്തൊന്ന് എന്താ അറിയോ, ഈ സ്കിന്നിന് ഒരു അബ്സോർവിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ
ഈ സ്കിന്നിലെ സർക്കുലേഷൻ നേരെ കണക്റ്റഡ് ആണ് ലിവറിൽ. ലിവറിൽ ഈ കെമിക്കലുകൾ ചെന്ന് പതിഞ്ഞാൽ ആ ലിവറിൽ നിന്ന് റിട്ടേൺ വരുമ്പോഴേക്ക് ശരീരത്തിൽ മാരകമായ സെല്ലുകൾ നശിച്ചു പോകുന്ന അവസ്ഥ വരും. ഈ സെല്ലുകൾ നശിച്ചു പോകുന്ന അവസ്ഥക്ക് പറയുന്ന സെൽ സർക്കുലേഷൻ ബ്ലോക്ക് ആകുന്നതിന് പറയുന്നതാണ് ക്യാൻസർ. ശരീരത്തിൽ ക്യാൻസർ വരുമെന്നത് ഞാൻ എൻ്റെ വായി തോന്നുന്നത് പറഞ്ഞതല്ല. നിങ്ങൾ AI ഒക്കെ ഉപയോഗിച്ച് സെർച്ച് നോക്കിയാൽ കാണാം. ഈ അടുത്ത് ഒരു കളക്ടർ, ഒരു IAS ഈ വിഷയം പ്രതിപാദിച്ചുകൊണ്ട് എഴുതിയ ഒരു പോസ്റ്റ് അവരുടെ ഒറിജിനൽ ഐഡിയിൽ തന്നെ വന്നത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. നിരവധി പഠനങ്ങൾ കാണാം. AI ഉപയോഗിച്ച് നടത്തിയാൽ ഇന്ത്യയിൽ തന്നെ നടന്ന നിരവധി പഠനങ്ങൾ എടുത്തുദ്ധരിക്കുന്നത് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബിതങ്ങൾ ഈ സ്വീകരിച്ച സമീപനം, ഫേംനെസ് വിത്തൗട്ട് ആങ്കർ, ആ സമീപനം സ്വീകരിച്ചപ്പോൾ ബാപ്പയോട് ദേഷ്യമായോ, തൂങ്ങി മരിക്കാമെന്ന് തോന്നിയോ, സൂയിസൈഡ് ചെയ്യാമെന്ന് തോന്നിയോ? ഇല്ല. ഇന്ന് രക്ഷിതാക്കൾക്കൊക്കെ പേടിയുള്ളൊരു വിഷയമാണ് മക്കളോട് നോ പറഞ്ഞാൽ അത് ഭയങ്കര കുലുമാലായി പോകുമോ എന്നുള്ളത്. മക്കൾ ഉമ്മ നടക്കുന്നത് നല്ല അടുക്കും ചിട്ടയും ഒക്കെ ഉള്ള പർദ്ദയൊക്കെ ധരിച്ച്, നിഖാബൊക്കെ ധരിച്ച് നല്ല 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 വൃത്തിയിലും വെടുപ്പിലും അന്തസ്സിലും. അതൊരു അന്തസ്സാണ്. ഒരു സ്ത്രീ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് അന്തസ്സല്ല. മറക്കുക എന്ന് പറയുന്നത് ഒരാളുടെ അന്തസ്സാണ്. ഈ അന്തസ്സിൽ ഉമ്മ നടക്കുന്നു. ആ ഉമ്മാൻ്റെ മോളെങ്ങനെ ഒരു പാൻറ്, ഒരു ജീൻസ് പാൻറ്, ഒരു കുപ്പായം, വല്ലാത്ത സങ്കടത്തിനൊരു താട്ട്. അപ്പം അങ്ങനെയാണല്ലോ അതായത് ഞാനൊരു വൃത്തികേട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാരം ആർക്കിരിക്കട്ടെ, ഇസ്ലാമിനിരിക്കട്ടെ, അതിന് എന്ത് ചെയ്യുക, ഒരു തട്ടോ. ഇപ്പോൾ ഈ അടുത്ത് ഒരു പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഒരു വിഷയം വിലയിരുത്തിയിട്ട് പറഞ്ഞു, ഇന്ന് സമൂഹത്തിലുള്ള വലിയൊരു ക്യാൻസറാണ്, അഥവാ പ്രവണതകളിലെ ഒരു ക്യാൻസറാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എനിക്കത് എന്താണെന്ന് കൃത്യമായി ഞാൻ പഠിച്ചിട്ടില്ല, പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതായത് അദ്ദേഹം പറയുന്നത്, ബിഗ് ബോസിൽ ഈ ആൾക്കാർ സ്വകാര്യമായി നടത്തുന്ന വൃത്തികേടുകളെ പ്രദർശിപ്പിക്കുക, എന്നിട്ട് അത് പ്രദർശിപ്പിച്ചിട്ട് അതിന് റീച്ച് കൂട്ടുക, അത് കാണാനും കുറേ മാനസികമായി ഡിസോർഡർ ഉള്ളവർ. ഇങ്ങനെ ഒരു അവസ്ഥ, അതൊരു വലിയൊരു നാശമാണ്. എന്നിട്ട് അതിൽ 2 പെൺകുട്ടികളെ കൊണ്ടുവന്നു. ആ പെൺകുട്ടികൾ, അവർക്ക് ചില വൈകല്യങ്ങളുണ്ട്. എന്താണ്? മനുഷ്യനുള്ള നേരെ ചൊവ്വയുള്ള റൂട്ടാണ്, മനുഷ്യൻ്റെ ഒരു ബയോളജി പഠിച്ച ഒരാൾക്കുള്ള നേരെ ചൊവ്വയുള്ള റൂട്ടാണ് വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ദാമ്പത്യ ജീവിതം എന്നുള്ളത്. മനുഷ്യ ചരിത്രത്തിലെ മനുഷ്യരംഗീകരിക്കുന്ന, മതമുള്ളവർ പ്രത്യേകിച്ചും അംഗീകരിക്കുന്ന ബയോളജിക്കലായ ഒരു പ്രോസസ്സാണ് വിവാഹവും വിവാഹാനന്തര ജീവിതവും. എന്നാൽ ഇതൊന്നുമല്ല, ആ പെണ്ണും തമ്മിൽ ചേരുന്ന ജീവിതമാണെന്ന് തോന്നുന്നത് ഒരു രോഗമാണ്, അതൊരു ഡിസോർഡറാണ്. പല കാരണങ്ങൾ കൊണ്ടായിട്ടുണ്ടാകാം, ഞാനത് വിശദമായി ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം അത്തരം ഒരു സംഗതി ചെയ്തൊരു കുട്ടിയെ ബിഗ് ബോസ് കൊണ്ടുവരുമ്പോൾ ഭയങ്കര പർദ്ദയും ഇതൊക്കെ ഇട്ടിട്ട്, മഫ്തിയൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരിക. മീഡിയയുടെ വൃത്തികെട്ട ഒരു കൾച്ചറാണ്, വളരെ മോശം സംസ്കാരമാണ് ഈ പ്രവണത. അഥവാ ഒരു വഴിയിൽ നിന്ന്, ഒരു റൂട്ടിൽ നിന്ന് പിഴച്ചുപോയ ഒരാളെ, ഇപ്പോൾ ഇസ്ലാമിൻ്റെ പേരുള്ള, ഇസ്ലാമിൽ നിന്ന് വഴിതെറ്റി നടക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് ചർച്ച കൊണ്ടുവരുമ്പോൾ അയാൾക്കൊരു പർദ്ദ കൂടുതൽ, അയാൾക്കൊരു മഫ്ത കൂടുതൽ. ഇത് മീഡിയയുടെ ഒരു വൃത്തികെട്ടൊരു കൾച്ചറാണ്. മാറ്റേണ്ടതാണ്, തിരുത്തേണ്ടതാണ്. അവർക്ക് ഇച്ചിരി മാനസിക ബോധവും ഇച്ചിരി മനുഷ്യത്വവും ഇച്ചിരി സംസ്കാരമൊക്കെ ഉണ്ടെങ്കിൽ അവർ തിരുത്തേണ്ട ഒരു കൾച്ചറാണ് ഈ കൾച്ചറുകൾ. അഥവാ ഇത്തരം തെറ്റുദ്ധാരണ സമൂഹത്തിൽ ഉണ്ടാക്കുകയും സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുകയും ചെയ്യുന്ന ഇത്തരം കൾച്ചറുകൾ മീഡിയയിൽ നിന്ന് അത്തരം ജേർണലിസ്റ്റുകളൊക്കെ ചിന്തിക്കേണ്ടതാണ്. അവർ മാറി ചിന്തിക്കണം, അവരും നോർമലാകണം, അവരും സമൂഹത്തിൻ്റെ ഭാഗമായി ചിന്തിക്കാനും സമൂഹത്തിൻ്റെ ഗുണത്തിനു വേണ്ടി അവരും പ്രവർത്തിക്കണം. അവനവന് റീച്ച് കിട്ടാനും റേറ്റ് കിട്ടാനും തൻ്റെ ജോലിക്ക് വേണ്ടി ഏത് വൃത്തികേടും ചെയ്യാമെന്ന് അവർ ചിന്തിക്കരുത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആഭരണം എന്ന് പറയുന്നതിനോടുള്ളൊരു ആഭിമുഖ്യം, അതൊരു ഭംഗിയാണ്, ഇറ്റ്സ് ഓക്കെ, അതിൽ വലിയ കുഴപ്പമൊന്നുമല്ല. അതേസമയത്ത് അതിനോട് ആഭിമുഖ്യമുള്ളൊരു ഘട്ടം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫേംനെസ്സിലേക്ക് മാറിയപ്പോൾ ഫാത്തിമ ദയിച്ചു വിറ്റുക്ക്, അത് സ്വതക്ക ചെയ്തു. ഇത് ഫേംനെസ്സിൻ്റെ ഉദാഹരണമാണ്. ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ഒരു വിഷമവും മക്കൾക്ക് ഉണ്ടാവില്ല. ഒരു പിതാവ്, മാതാവ് ഒരു തെറ്റായ ഗുണകരമല്ലാത്തൊരു വിഷയം മക്കളിൽ കാണുമ്പോൾ അവിടെ ഇത് തെറ്റാണെന്ന് പറയാൻ മാതാപിതാക്കൾക്ക് പറ്റണം. അത് പറയുമ്പോൾ ഒരു വൈകാരികത വേണ്ട, പൊട്ടിത്തെറിയും അസഭ്യം പറയലും ചീത്ത പറയലൊന്നും വേണ്ട. നോർമൽ പറഞ്ഞാൽ തന്നെ മക്കൾ സ്വീകരിക്കും. പക്ഷെ ആദ്യം തന്നെ
ആ ഒരു സ്വഭാവം നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. മക്കളോടൊരു കാര്യം പറയുമ്പോൾ നോർമൽ പറഞ്ഞ് ശീലിക്കണം. നല്ല മനസ്സോടെയും നല്ല നിലവാരത്തിൽ പറഞ്ഞ് ശീലിക്കണം. അത് കുഞ്ഞുനാളിലേ അങ്ങനെ ശീലിക്കണം. അതിൽ കുട്ടികൾ അനാവശ്യമായി ഇമോഷണൽ ആകുന്ന സമയത്ത് അതിനെ അവഗണിക്കുകയും വിവേകപൂർണമായുള്ള പെരുമാറ്റത്തെ നാം പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ഒരു കുട്ടി ഒരു അസഭ്യം പറഞ്ഞു. അസഭ്യം പറഞ്ഞത് എന്തോ, ഞാനത് ഇവിടെ ഉദ്ധരിക്കുന്നില്ല. ആ അസഭ്യം പറഞ്ഞാൽ നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് അത് ഭയങ്കര സംഭവമാക്കി പറഞ്ഞത് 4 ആളോട് പറഞ്ഞ് 4 പേരെ കൂടലിനും 4 കല്യാണത്തിനും പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്യരുത്, അത് ഹൈലൈറ്റ് ചെയ്യരുത്. മറിച്ച് അപ്പോൾ നിങ്ങൾ അതിന് കൂടുതൽ റീച്ച് കൂട്ടാതെ, ഹൈലൈറ്റ് കൊടുക്കാതെ, അതിന് പ്രാധാന്യവൽക്കരിക്കാതെ എന്ത് ചെയ്യണം, തൽക്കാലം അതിനൊന്ന് മ്യൂട്ട് ചെയ്യണം. അതിനൊന്ന് ബഹളമയമല്ലാതെ കൈകാര്യം ചെയ്യണം. എന്നിട്ട് മക്കളോട് നല്ല സൗഹൃദ സംഭാഷണ സമയത്ത് നമ്മൾ ക്വാളിറ്റി ടൈം എന്ന് പറയും. നല്ലോണം വർത്താനം പറയുമ്പോൾ അപ്പോൾ മക്കളോട് എന്ത് പറയണം, മോളെ അല്ലെങ്കിൽ മോനെ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഇത് തിരുത്തണമല്ലോ, മോശം പറഞ്ഞത് തിരുത്തണം. മോശം പറഞ്ഞ് എങ്ങനെയാണ് തിരുത്തേണ്ടത്? നീ ഇപ്പോൾ ഇന്നാള് ഒരു സംഭവം ഉണ്ടായി. ഒരു ചെറിയ പ്രീ സ്കൂളിൽ കുട്ടികളുടെ ഇടയിൽ അസഭ്യം പറയുന്ന പ്രവണത കൂടി വരുന്നു എന്ന ചർച്ച വന്നു. ഈ അസഭ്യം പറയുന്നത് കൂടിയാൽ എന്താ ചെയ്യുക, പരിഹാരമായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നതാണ് ചർച്ച. അപ്പോൾ എന്താണ്, ആർക്കാണ് ഈ കുഴപ്പം? അപ്പം ഇങ്ങനെ പരാതി നോക്കുമ്പോൾ പല രക്ഷിതാക്കളും പരാതി പറയുന്നു, സ്കൂളിൽ നിന്നാണ് കുട്ടികൾ ഇത് പഠിക്കുന്നത്. സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾ ഈ അസഭ്യം പറയുന്നത്, ഇത് ഡേഷിൻ്റെ മോനെ പറയാണ്, അവിടെ 4 കാലുള്ളൊരു ജീവിയുടെയാണ് പൂരിപ്പിച്ച് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ ഇങ്ങനെ പരാതി വന്നപ്പോൾ അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഓരോ കുട്ടിയോടും ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ ഒരു കുട്ടിയാണ് ഇതിൻ്റെ തുടക്കം. ഈ കുട്ടീൻ്റെ അടുത്തു നിന്നാണ് എല്ലാവർക്കും ഇത് കിട്ടുന്നത്. ഈ കുട്ടിയോട് നല്ല രീതിയിൽ അധ്യാപകർ ചോദിച്ചു, മോനെ നീ എവിടുന്നാണ് ഇത് പഠിച്ചത്, നിനക്ക് എവിടുന്നാണ് ഇത് കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഉപ്പയും എൻ്റെ മാതാവും പിതാവും ഗൾഫിലാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഗ്രാൻഡ് മദറാണ് വീട്ടിലുള്ളത്, വല്യുമ്മയും വല്യുപ്പയും അല്ലെങ്കിൽ അവരാണുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് ഈ കുട്ടി പറഞ്ഞു, എൻ്റെ ഈ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദറെ വിളിക്കുന്നത് ഈ ഡേഷിൻ്റെ മോളെ എന്നത് പൂരിപ്പിച്ചിട്ടാണ്. അത് എപ്പോഴും അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പം ഞാനും മനസ്സിലാക്കി അത് സ്റ്റാൻഡേർഡ് ആണല്ലോ, അങ്ങനെയാണല്ലോ മുതിർന്നവരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഞാനത് ഫോളോ ചെയ്തു. അപ്പം അത് പകർന്നതാണ്. അപ്പം ഇവിടെ ഇത്തരം ഒരു സംഗതി മക്കളിൽ ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ ഫോളോ ചെയ്തിട്ടാണ്. അവിടെ ഇത്തരം സംഭവം ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? ഉണ്ടായാൽ ചെയ്യേണ്ട രീതി അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക, എന്ത് ചെയ്യരുത് എന്നല്ല പറയേണ്ടത്. ഈ ഡേഷിൻ്റെ മോനെന്ന് അത് പൂരിപ്പിച്ച് അത് വിളിക്കരുത് എന്ന് പറയുന്നതിന് പകരം അവിടെ എന്താണ് ഒരാളോട് പറയേണ്ടത് എന്ന് പറയണം. അപ്പോഴാണ് മക്കളത് സ്വീകരിക്കുക. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യരുത് 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 ഇത് മാത്രം പറയും, ഡോണ്ട് ഡു. അങ്ങനെയല്ല വേണ്ടത്, എന്ത് ചെയ്യണം എന്ന് പറയണം. അങ്ങനെ പറയുമ്പോൾ മക്കളത് സ്വീകരിക്കും, മക്കൾ നമ്മളെ ഫോളോ ചെയ്യും. പക്ഷെ നമ്മളെ കാണണം നല്ലൊരു പെരുമാറ്റത്തിൽ, നല്ല ശൈലിയിൽ നമ്മളെ കാണണം. എല്ലാറ്റിനും ദേഷ്യം പിടിക്കുന്നു, എല്ലാറ്റിനും വെറുപ്പ് പിടിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഈ സദസ്സിലുള്ളത് ഉമ്മമാരാണ്. ഉമ്മമാരാവുമ്പോൾ കൂടുതലുണ്ടാകുക വീട്ടുമ്മമാരാണ്, ഹൗസ് വൈഫുമാർ. ഏറ്റവും മഹത്വമുള്ള ഒരു പൊസിഷനാണത്. ഏറ്റവും നല്ലൊരു ആർട്ട് കലാമേഖലയുമാണ് ഒരു ഗൃഹഭരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ മേഖലയിലുള്ളവർക്ക് എപ്പോഴാണ് ദേഷ്യം കൂടുതൽ പിടിക്കുക എന്നറിയാം? ഏറ്റവും കൂടുതൽ അവർക്ക് ദേഷ്യം പിടിക്കുക വീട്ടുജോലികൾ കൂടുതലുള്ള സമയത്ത്. അലക്കൽ കൂടുതൽ, തുടക്കം കൂടുതൽ, അടിച്ചു വരാൻ കൂടുതൽ, പ്ലേറ്റ് കഴുകാനും ഇതൊക്കെ കൂടുതൽ. അപ്പോഴാണ് ദേഷ്യം കൂടുക. കൂടുതൽ ജോലി ചെയ്ത ദിവസം ദേഷ്യം കൂടുതലായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നല്ലൊരു പരിഹാരമുണ്ട്. ഇപ്പം ഞാനത് വിശദമായി പറയുന്നില്ല. പറ്റുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഗൃഹഭരണം എങ്ങനെ ലളിതമാക്കാം എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് എന്താ ചുരുക്കി പറയാം, നമ്മൾ വീട്ടുജോലികൾ ചെയ്യുമ്പോൾ നമ്മളെ മനോഭാവം ഒന്ന് മാറ്റണം. അതിലെ മനഃശാസ്ത്രപരമായ സമീപനം എന്താണെന്നറിയോ?
ചെയ്യുന്ന പണികളൊക്കെ നമുക്ക് വേണ്ടി മാത്രമേ ചെയ്യാവൂ. ഭർത്താവിന് വേണ്ടി, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക്, അല്ലെ ഉമ്മാക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള വീട്ടിലെ അംഗങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യരുത്. ചെയ്യുന്ന നമ്മുടെ സുഖത്തിന് വേണ്ടി മാത്രം ചെയ്ത് ശീലിക്കുക. അങ്ങനെ ചെയ്താൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. ആ ചെയ്ത് കഴിയുന്ന ആ സുഖമുള്ള രീതിയിലേ ചെയ്യാം. ഇനി ഇസ്ലാമികമായ കൺസെപ്റ്റ് കുറച്ചുകൂടി എളുപ്പമുള്ളതാണ്. എന്താ? കൂലി കിട്ടും. വീട്ടിൽ ഏത് ജോലി ചെയ്താലും കൂലി കിട്ടും. കൂലി കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചെയ്തു തീരുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വഹീഫത്തിൽ, നിങ്ങളുടെ ഏടിൽ നിങ്ങളുടെ പ്രതിഫലം രേഖപ്പെട്ട് കഴിഞ്ഞു. അഥവാ നിങ്ങളുടെ വാല്യൂ ആഡഡായി, നിങ്ങളുടെ മൂല്യത്തിൽ ഇത് വന്നു കഴിഞ്ഞു. ഇനി പിന്നെ മറ്റൊരാളുടെ പ്രശംസയൊന്നും ആവശ്യമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വലിയ മഹത്വമുള്ളൊരു സൽക്കർമ്മമാണ് ഈ വീട്ടുജോലി, വീട് ഭരണം എന്ന് പറയുന്നത്.